ഹായ് സി ഇന്ന് നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് തന്നെ ഉള്ള ഓൾറെഡി പഠിച്ച തിയറീസായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഇററായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം. നമ്മളൊരു മെഷർമെൻ്റ് എടുത്താലും അത് പ്രോപ്പർലി അക്യുറേറ്റായി വരണം, മീൻസ് അതായത് ട്രൂ വാല്യൂവിൻ്റെ അടുത്തെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെ മെഷർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ചിലപ്പോൾ മേ ബി അപ്പോൾ നമുക്ക് എക്സാക്ട് വാല്യൂ ട്രൂ വാല്യൂ അറിയുന്നില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് ഒരു സംഭവത്തെ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പല തവണ മെഷർമെൻ്റ് എടുക്കും. എന്നിട്ട് അതിൽ ആവറേജ് വാല്യൂ ഒക്കെയാണ് കൺസിഡർ ചെയ്യുക, അല്ലേ? ഇപ്പോൾ മേ ബി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 100 മീറ്റർ റേസ്. ഈ 100 മീറ്റർ റേസിനകത്ത് സ്റ്റോപ്പ് വാച്ച് കൊടുത്തു 5 ആളുകളുടെ കയ്യിലേക്ക്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 5 ആളുകളും ഇപ്പോൾ 100 മീറ്റർ റേസ് ഫിനിഷ് ചെയ്യുമ്പോൾ 9 ടൈം എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 9.58, 9.59, ഒരാൾ 9.60, അടുത്ത ആൾ 9.61, 9.62, ഇങ്ങനെ ഓരോ ആളുകൾ ഓരോ മെഷർമെൻ്റ് എടുക്കണം സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട്. സ്വാഭാവികമായിട്ടും നമുക്കിവിടെ എന്തായാലും എററുണ്ട്, ഉറപ്പാണ്. അതൊന്നുമില്ലേ പേഴ്സണൽ എററായിരിക്കാം, അതായത് ആ വ്യക്തി ഉണ്ടാക്കിയ എററായിരിക്കാം, അല്ലെങ്കിൽ ഡിവൈസിൽ ഉള്ള ആ ഒരു എററായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എററായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു ചോദ്യത്തിലൂടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്ത തിയറി പാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രോബ്ലം. സോ ഇതിൻ്റെ തിയറി അറിയണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണേണ്ടിയിരിക്കുന്നുണ്ട്. അത് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി മനസ്സിലാവത്തുള്ളൂ. സോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഫൈൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ശ്രദ്ധിക്കാം. ദ പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഡിറ്റർമൈൻഡ് 5 times. 5 തവണ മെഷർ ചെയ്തു. അപ്പോൾ 2.63, 2.56, 2.42, 2.71, 2.8 സെക്കൻഡ്സ്. ഇതെല്ലാം സെക്കൻഡ്സിലാണ്. കാൽക്കുലേറ്റ് മീൻ പീരീഡ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, പല മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ പെൻഡുലം ജസ്റ്റ് ഓസിലേറ്റ് ചെയ്യാൻ വിട്ടിരിക്കുക. അങ്ങനെ 5 തവണ അത് നമ്മൾ എടുക്കണം. ഡിറ്റർമൈൻ, അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ ഒരു തവണ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര എടുത്തു, അങ്ങനെ ഓരോ തവണയും മെഷർ ചെയ്യുമ്പോൾ ഓരോരോ വാല്യൂസാണ്. നോട്ട് ഇറ്റ്. സോ ഇതിൻ്റെ മീൻ പീരീഡ് ആണ് ചോദ്യം. അത് നമ്മൾ മുമ്പെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യെസ്, ദാറ്റ് ഈസ് എ മീൻ. എ എന്നാണ് നമ്മളിപ്പോൾ മീൻസ് എ മീൻ എന്നാണ് മീൻ വാല്യൂ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ മീൻ ഈസ് ഈക്വൽ ടു 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80 ഹോൾ ഡിവൈഡഡ് ബൈ എത്ര തവണ എടുത്തു, 5. സോ വി വിൽ ഗെറ്റ് ആൻ ആൻസർ. അപ്പോൾ ഇതെല്ലാം കൂടി സം ചെയ്യുന്നു ആൻഡ് ഡിവൈഡഡ് ബൈ 5 ആൻഡ് വി വിൽ ഗെറ്റ് 2.62 സംതിങ്. നമുക്ക് 2 ഡെസിമൽ പ്ലേസ് ആണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ 2.62 സെക്കൻഡ്സ്. ഇതാണ് മീൻ വാല്യൂ. ഓക്കെ, സോ തീർച്ചയായും മീൻ വാല്യൂ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. അല്ലാതെ ഇപ്പോഴും പറയുന്നു മീൻ വാല്യൂ ട്രൂ വാല്യൂ ആവണമെന്നൊന്നുമില്ല. നോട്ട് ഇറ്റ്. മീൻ വാല്യൂ മാത്രമാണ്. ഓക്കെ, ആദ്യത്തെ തവണ 2.62, 2.56, 2.42, 2.71, ദെൻ 2.8 വരെ എത്തി. ബട്ട് നമ്മൾ ഒരു മീൻ വാല്യൂയിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ മീൻ വാല്യൂ റെഡിയായി. അപ്പോൾ ആദ്യത്തെ ഭാഗം ഓക്കെ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മീൻ അബ്സല്യൂട്ട് എറർ. അവിടെ ചോദിച്ചിരിക്കുന്നത് മീൻ അബ്സല്യൂട്ട് എററാണ്. അതെന്താ മീൻ അബ്സല്യൂട്ട് എറർ? മീൻ അബ്സല്യൂട്ട് എറർ. ശ്രദ്ധിക്കാം. അതെന്താണെന്ന് പറഞ്ഞാൽ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ഇവിടുത്തെ ഓരോ തവണ മെഷർ ചെയ്യുമ്പോഴും വന്നിട്ടുള്ള എറർ നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് മീൻ അബ്സല്യൂട്ട് എററിലോട്ട് വരാം. ശ്രദ്ധിക്കാം. ഓരോ തവണ മെഷർ ചെയ്യുന്ന സമയത്തും എറർ സംഭവിച്ചിട്ടുണ്ട്. ആ എറർ, അതായത് എറർ ഇൻ എ മെഷർമെൻറ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കി.
ആദ്യത്തെ തവണ എടുക്കുന്ന സമയത്ത് 2.623 ആണ് വന്നിരിക്കുന്നത്. മൈനസ് ദാറ്റ് മീൻ വാല്യൂ ചെയ്യാം. ഓക്കെ, നോട്ട് ഇറ്റ്. അതായത് A1 മൈനസ് A മീൻ. അപ്പോൾ അവിടെ എത്രയാണ് എറർ എന്ന് കിട്ടും. അപ്പോൾ എത്ര ഇവിടെ എറർ വന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് അറൗണ്ട് 0.62, 0.01 അതാണ് എറർ. ഇനി 2.56 ആണ് നെക്സ്റ്റ്, മൈനസ് 2.62. ദാറ്റ്സ് എ മീൻ വാല്യൂ. സോ എറർ ഈസ് 0.0 എത്രയാണ്? 6 ആണ്. ബട്ട് ഇറ്റ്സ് നെഗറ്റീവ് വാല്യൂ ആണ്, കുറഞ്ഞു പോയി. 2.42 minus 2.62 it is also negative 2.2. നോട്ട് ഇറ്റ്. ഇനിയും ഉണ്ട് അല്ലേ വാല്യൂസ്, ജസ്റ്റ് നോക്കാം. 2.71 മൈനസ് 2.62 which will be പോസിറ്റീവ് ആണ്, 0.09. and 2.80 minus 2.62 it is 0.18. അപ്പോൾ ഇതാണ് എറർ. ഇതവിടെ എഴുതി വെച്ച ഓരോ വാല്യൂസാണ് എറർ. നോട്ട് ഇറ്റ്. ഈ എററിൻ്റെ മീൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, അപ്പോൾ ആദ്യം അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ കണ്ടുപിടിച്ച എററാണ്, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വാല്യൂ A1 മൈനസ് A മീൻ എന്ന് പറയുന്ന ഭാഗം പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ A മീൻ മൈനസ് A1 എന്നാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ വാല്യൂ സെയിം തന്നെ ആയിരിക്കും കിട്ടുക. ബട്ട് എങ്കിലും നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ്ലി നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ആണ് എങ്കിൽ അതിനർത്ഥം നമ്മൾ എടുത്ത വാല്യൂ മീൻ വാല്യൂവിന് മുകളിലോട്ട് പോയി. ഇവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടുന്ന സമയത്ത് നമ്മൾ എടുത്ത മെഷർമെൻറ്റ് മീൻ വാല്യൂ തൊട്ട് താഴെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഫോമിൽ കൊടുത്താലും ഇവിടെ വരുന്ന എറർ ജസ്റ്റ് കിട്ടുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ബട്ട് ഇവിടുത്തെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓരോ വാല്യൂ മീൻ വാല്യൂന്ന് എത്ര വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പോസിറ്റീവ് എറർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂവിനേക്കാൾ തൊട്ട് താഴെ ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മളെടുത്ത മെഷർമെൻറ്റ് മീനിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. സോ കാര്യം മനസ്സിലായി കാണും വിചാരിക്കുന്നു. പോസിറ്റീവ് എറർ നെഗറ്റീവ് ആവാം. അപ്പോൾ നമുക്കതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മീൻ അബ്സല്യൂട്ട്. ആദ്യം അബ്സല്യൂട്ട്, ദെൻ മീൻ അബ്സല്യൂട്ട് എറർ എന്താണെന്ന്. അതായത് ഈ കിട്ടിയിട്ടുള്ള വാല്യൂസിൻ്റെ എല്ലാം മോഡുലസ് എടുക്കുക. 0.01 മോഡുലസ്, ദെൻ നെഗറ്റീവ് 0.06 അതിൻ്റെ മോഡുലസ്. 0.01 അതിൻ്റെ മോഡുലസ് വാല്യൂ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് 0.01 ഇറ്റ് സെൽഫ്. മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് 0.06ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 0.06. നെഗറ്റീവ് 0.2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.2. 0.09ൻ്റെ അതായത് നെഗറ്റീവ് ആയതിനെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റുന്നു. ദാറ്റ് മച്ച് സിമ്പിൾ. ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് 0.18. ഇതാണ് ഇവിടെ നടത്തിയത്. ഈ അബ്സല്യൂട്ട് എറർ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനിയാണ് മീൻ അബ്സല്യൂട്ട് എറർ പറയുന്നത്. അടുത്തത് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇതിൻ്റെ എല്ലാം ഈ അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ എല്ലാം മീൻ. നോട്ട് ഇറ്റ്. അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ ഒക്കെ മീൻ അതെങ്ങനെയായിരിക്കും? 0.01 പ്ലസ് 0.06 പ്ലസ് 0.2 പ്ലസ് 0.09 പ്ലസ് 0.18 ഹോൾ ഡിവൈഡഡ് ബൈ 5. സോ വി വിൽ ഗെറ്റ് ദോസ് മീൻ അബ്സല്യൂട്ട് എറർ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ എ മീൻ എന്ന് പറഞ്ഞിട്ടാണ്. നോട്ട് ഇറ്റ്. ഓക്കെ, ഡെൽറ്റ എ മീൻ. അപ്പോൾ ഇത് ഓരോന്നും എന്തായിരിക്കും? ഡെൽറ്റ A1 ഡെൽറ്റ. ഇത് എററിനെ സൂചിപ്പിക്കുന്നതാണ്. എററിനെ നമ്മൾ നോട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ
ഡെൽറ്റ എന്ന രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5. ഓരോ ഒന്നാമത്തെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഒന്ന് എറർ, രണ്ടാമത്തെ മെഷർമെൻ്റ് എടുക്കുന്ന എറർ, ഓരോ മൂന്നാമത്തെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഒന്ന് എറർ, ഓരോ എററുമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മീൻസ് ദറ്റ് മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വി നെവർ കൺസിഡർ ദ സൈൻ. ഓക്കെ, ഇതെല്ലാം നോട്ട് ചെയ്യണേ. മീൻ അബ്സല്യൂട്ട് എറർ മീൻസ് ജസ്റ്റ് അതിൻ്റെ സമ്മ് ദെൻ 5. സോ ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയി കാണും വിചാരിക്കുന്നു. മീൻ അബ്സല്യൂട്ട് എറർ റെഡി ആയിട്ടുണ്ട്. അത് എത്രയാണ് ആൻസർ? ഇറ്റ് വിൽ അറൗണ്ട് 0.11 സംതിങ് വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇതാണ് വാല്യൂ. ഇതെല്ലാം കൂടി കൂട്ടി ബൈ 5 ചെയ്തു. അങ്ങനെ മീൻ അബ്സല്യൂട്ട് എറർ കിട്ടി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടോ. ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഇനി കോട്ടഡ് വാല്യൂ. അതെന്താ ഈ കോട്ടഡ് വാല്യൂ? ഈ കോട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതായത് ട്രൂ വാല്യൂ എവിടെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ട്രൂ വാല്യൂ ശരിക്കും എവിടെയാണ്? അതൊരു ഇന്ന രണ്ട് സംഭവങ്ങൾക്കിടയിലായിരിക്കും ട്രൂ വാല്യൂ. സോ കോട്ടഡ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മീൻ വാല്യൂ. അതായത് മീൻ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അതിനോടൊപ്പം പ്ലസ് ദറ്റ് ഡെൽറ്റ എ മീൻ അബ്സല്യൂട്ട് എറർ, ഓർ അല്ലെങ്കിൽ എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ, ഇതിനിടയിലായിരിക്കും. അതായത് സത്യം പറഞ്ഞാൽ 2.62 പ്ലസ് 0.11 ഇടയിലോ ഓർ മൈനസ് 11 ഇടയിലോ ആയിരിക്കും. ഇതിനെയാണ് കോട്ടഡ് വാല്യൂ എന്ന് പറയും. കോട്ടഡ് വാല്യൂ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കോട്ടഡ് വാല്യൂ. ഇനി എന്ത് കണ്ടുപിടിക്കണം നമുക്ക്? ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? പേഴ്സൻറ്റേജ് എററാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തത്. സി നോട്ട് ഇട്ടാണ്ടോ പെർസെൻറ്റേജ് എറർ. അതെന്താ പെർസെൻറ്റേജ് എറർ? നോട്ട് ഇറ്റ്. വാട്ട് യു മീൻ ബൈ പെർസെൻറ്റേജ് എറർ? പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡെൽറ്റ എ മീൻ അബ്സല്യൂട്ട് എറർ റേഷ്യോ ഓഫ് ഡെൽറ്റ എ മീൻ ടു എ മീൻ ഇൻറ്റു 100. ഇതിനെയാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. എത്ര പെർസെൻറ്റേജ് എറർ ഉണ്ട്? ഓക്കെ, അപ്പോൾ ആ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് 0.11 divided by 2.62 into 100. So it will be 11 divided by 2.62. അത് അറൗണ്ട് എത്ര വരും? 4.19 സംതിങ് വരും, 198 സംതിങ് വരും, അങ്ങനെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 4.19 വേണമെങ്കിൽ 4.2 എന്നെടുക്കാം പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് എറർ ഉണ്ട്. നോട്ട് ഇറ്റ്. ഈ ഒരു മെഷർമെൻറ്റിൽ 4.2% എറർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ആദ്യം ഇതിനകത്ത് നമ്മളെല്ലാം നോട്ട് ചെയ്യേണ്ട കാര്യം സ്റ്റെപ്സ് ഓരോന്നും മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. തിയറിയിൽ ഈ സ്റ്റെപ്സ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് ഒരു ടേം കൂടിയുണ്ട്, റിലേറ്റീവ് എറർ. പെർസെൻറ്റേജ് എറർ പോലെ തന്നെ റിലേറ്റീവ് എറർ പറഞ്ഞാൽ ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ, അതിനെയാണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇൻറ്റു 100 ഇല്ല, അപ്പോൾ അതിനെയാണ് എന്താ പറയുക, റിലേറ്റീവ് എറർ എന്ന് പറയും. നോട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടേം കൂടി ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അപ്പം എററായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് എറർ, ഇപ്പോൾ നമ്മൾ 2 തവണ മെഷർമെൻ്റ് എടുത്തപ്പോൾ 2 തവണ എറർ ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിൽ. പക്ഷെ നമ്മൾ ആ എറർ ഒന്നും നോക്കാതെ അങ്ങോട്ട് ആഡ് ചെയ്ത് പോവാണ്, സം ചെയ്ത് പോവാണ്. അപ്പോൾ ഈ 2 തവണ ഈ എറർ ഇങ്ങനെ ആഡ് ചെയ്യപ്പെടും. ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എറർ എങ്ങനെയാണ് അഡീഷൻ നടത്തണം സമയത്തും അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ നടത്തുന്ന സമയത്തൊക്കെ എറർ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ചോദ്യത്തിലൂടെ തന്നെ പോവാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇപ്പോൾ 2 different masses are determined. 2 different masses. ഇത് ഒന്നാമത്തെ മാസ് വാല്യൂ M1 എന്ന് പറയുന്നത് 23.2 പ്ലസ് ഓർ മൈനസ് 0.5. ഓക്കെ, ഇതാണ് വാല്യൂ. 0.5 is the error. ഓക്കെ, ആൻഡ് M2 എന്ന് പറയുന്നത്
സി M2 എന്ന് പറയുന്നത് 17.6 പ്ലസ് ഓർ മൈനസ് 0.3. ദിസ് ഇസ് ദ ട്രൂ വാല്യൂ ആൻഡ് 0.3 ഈസ് ദ എറർ പാർട്ട്. അങ്ങനെയാണ് വന്ന് കിടക്കുന്നത്. സോ നമ്മൾ ഈ രണ്ട് M1നെയും M2നെയും സം ചെയ്യുകയാണെങ്കിൽ, M1 പ്ലസ് M2 ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് ഒറിജിനലി ട്രൂ മീൻസ് ഇവിടുത്തെ മീൻ വാല്യൂസ്, അതായത് ഈ 23.2 വാല്യൂ, അതായത് ഇവിടുത്തെ മെഷർമെൻറ്റ്സ് രണ്ട് മാസസും ആഡ് ചെയ്യപ്പെടും. സോ വി വിൽ ഗെറ്റ് 23.2 പ്ലസ് 17.6. നോട്ട് ഇറ്റ്. സോ ഇറ്റ് വിൽ ബി 8 0 then it will be 40.8 വരും. അതാണ് വാല്യൂ. ഇനി ഇറർ പാർട്ടും കൂടി ഉണ്ട്. ഓരോന്നിലും ഇറർ പാർട്ടും കൂടി വരുന്നുണ്ട്. ആ ഇറർ പാർട്ടും ആഡ് ആക്കപ്പെടും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നോട്ട് ഇറ്റ്. സോ 40.8 പ്ലസ് ഓർ മൈനസ് 0.8, ദാറ്റ്സ് എ വാല്യൂ. അതായത് ഇറർ ഉണ്ട് മെഷർമെൻറ്റിലെങ്കിൽ ആ ഇററും ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ജനറലായിട്ട് നമ്മളെങ്ങനെ പറയും, ജനറലി എങ്ങനെ പറയാൻ പറഞ്ഞാൽ, ഇപ്പം എ എന്ന് പറയുന്ന മെഷർമെൻറ്റിനകത്ത് ഇപ്പോൾ ഡെൽറ്റ മീൻസ് എ എന്ന് പറഞ്ഞ ഒരു മെഷർമെൻ്റ് എടുത്തു, അതാണ് വാല്യൂ. അപ്പോൾ അതിനകത്ത് ഒരു പ്ലസ് ഓർ മൈനസ് ചെറിയൊരു ഇറർ ഉണ്ട്, ഡെൽറ്റ എ ഉണ്ട്. ചെറിയ ഇററിനെയാണ് ഡെൽറ്റ എ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന മെഷർമെൻറ്റിനൊപ്പം ചെറിയൊരു ഇറർ ഉണ്ട്, ഡെൽറ്റ ബി. ദെൻ സി നോട്ട് ഇറ്റ്. ദെൻ ഈ രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്താൽ എ പ്ലസ് ഡെൽറ്റ എ, ഓക്കെ, പ്ലസ് ബി പ്ലസ് ഡെൽറ്റ ബി ചെയ്താൽ ഇവിടെ പ്ലസ് ഓർ മൈനസ് എറർ മേ ബി പ്ലസ് ഓർ മൈനസ് വാട്ട് ഓർ മേ ബി, അത് എറർ ഒന്നുമില്ലേ പ്ലസ് ആയിരിക്കാം, നെഗറ്റീവ് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ അത് പോസിറ്റീവ് എറർ ആയിരിക്കാം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി എ പ്ലസ് ബി, ദാറ്റ്സ് എ ഫൈനൽ ആൻസർ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇററും ആഡ് ചെയ്യപ്പെടുകയാണ്. ഇറർ ജസ്റ്റ് നമ്മൾ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ചെയ്തു, ദാറ്റ്സ് എ ടോട്ടൽ എറർ. ഓക്കെ, നോട്ട് ഇറ്റ്, ദാറ്റ്സ് എ ടോട്ടൽ എറർ. അപ്പോൾ ഇനി സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും ഇതേ ചോദ്യം തന്നെ എടുത്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും 23.2 മാസ് M1 മൈനസ് M2, അങ്ങനെയാണെങ്കിലും 23.2 പ്ലസ് ഓർ മൈനസ് 0.5 മൈനസ് 17.6 പ്ലസ് ഓർ മൈനസ് 0.3. സോ ആ സമയത്ത് വാല്യൂസ് തമ്മിൽ ജസ്റ്റ് സബ്ട്രാക്റ്റഡ് ആവും. അതായത് ഇത് തമ്മിൽ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇറ്റ് വിൽ ബി 5.6 പ്ലസ് ഓർ മൈനസ്. ഇറർ അപ്പോഴും ആഡ് ചെയ്യുന്നതായിരിക്കും. ഇറർ അപ്പോഴും ആഡ് ചെയ്യുക തന്നെ ആയിരിക്കും. ഇറർ ഒരിക്കലും സബ്ട്രാക്റ്റഡ് ആവുന്നില്ല. നോട്ട് ഇറ്റ്, ഇറ്റ് വിൽ ബി സെയിം. ഓക്കെ, നോട്ട് ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ. ഇറർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മീൻസ് സബ്ട്രാക്ഷൻ സമയത്തും അഡീഷൻ സമയത്തും ഇറർ ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതുപോലത്തുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സി, ഇനി മൾട്ടിപ്ലിക്കേഷൻ സമയത്ത്, മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ ഡിവിഷൻ ഈ ടൈമിൽ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി അഡീഷൻ സബ്ട്രാക്ഷൻ സമയത്തുള്ള എറർ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്തതായി കണ്ടുപിടിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നടത്തുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. സോ നമുക്ക് നോക്കി നോക്കാം. മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ ഡിവിഷൻ സമയത്ത് ശ്രദ്ധിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ Z ഈസ് ഈക്വൽ ടു A ഇൻറ്റു B. സോ രണ്ട് സൈഡും ലോഗ് എടുക്കുക. ലോഗ് Z ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് AB. ശ്രദ്ധിക്കുക, ലോഗ് AB ഈസ് നത്തിങ് ബട്ട്, ഇത് പ്ലസ് വണ്ണിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ലോഗിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ബട്ട് ലോഗ് AB എന്ന് പറഞ്ഞാൽ ലോഗ് A പ്ലസ് ലോഗ് B ആണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ലോഗ് Z ആണിത്. അപ്പോൾ ഇനി സെഡിന് രണ്ട് സൈഡും ഡിഫറൻഷിയേഷൻ നടത്തണം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കം 1/Z
ലോഗ് സെഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കം 1/z ഡെൽറ്റ സെഡ് which equal to 1/a ഡെൽറ്റ a പ്ലസ് 1/b ഡെൽറ്റ ബി. അതിങ്ങനെ വരുള്ളൂ. ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന വാല്യൂ ആണ്. അപ്പോൾ അതായത് ഇതെന്ന് പറയുന്നത് ഇതാണ് റിലേറ്റീവ് എറർ ഇൻ സെഡ് which will be equal to delta a by a plus delta b by b. That's a relative error in a plus relative error in b. അപ്പം ഇവിടെ ഇനി പെർസെൻറ്റേജ് എറർ ഇൻ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which will be equal to relative error into 100 ചെയ്യുക, then relative error in b into 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എറർ ഇൻ സെഡ് ആയി. അപ്പോൾ ഇതാണ്, അതായത് സം ചെയ്യുകയാണ്. ബട്ട് എന്താണ് സം ചെയ്യുന്നത്? പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദിസ് പെർസെൻറ്റേജ് എറർ ഓഫ് എ പ്ലസ് സം ഓഫ് ദിസ് പെർസെൻറ്റേജ് എറർ ഓഫ് ബി. ഇനി ഇതേപോലെ തന്നെ ഇഫ് വി കൺസിഡർ സെഡ് ഇസ് ഈക്വൽ ടു എ ബൈ ബി, ആ കേസിലും നമ്മൾ രണ്ട് സൈഡും ലോഗ് ആണ് എടുക്കുക. ലോഗ് സെഡ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ ബൈ ബി. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലോഗ് എ ബൈ ബി ഈസ് നത്തിങ് ബട്ട് ലോഗ് എ മൈനസ് ലോഗ് ബി. അറിയാത്തവർ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. കൂടുതലായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും ഡിഫറൻസിയേഷനൊക്കെ നടത്തുന്ന സമയത്ത്. ദെൻ ലോഗ് സെഡ് ആണ് ലോഗ് എ മൈനസ് ലോഗ് ബി. വീണ്ടും ഡിഫറൻസിയേഷൻ നടക്കുമ്പോൾ 1/z d സെഡ് ഡെൽറ്റ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1/a ഡെൽറ്റ എ this is delta z minus 1/b delta b. ഈ ഒരു കിട്ടിയിട്ടുള്ള വാല്യൂവിനെ ഇതെന്താ റിലേറ്റീവ് എറർ ഇൻ സെഡ് ഇസ് ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻ സെഡ് അല്ല എ ആണ്, എറർ ഇൻ എ ടു റിലേറ്റീവ് എറർ ഇൻ എ മൈനസ് റിലേറ്റീവ് എറർ ഇൻ ബി. ഇത് ആണ് റിലേറ്റീവ് എററായി വരുന്നത്. സി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം എറർ ഇൻ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആണ് മാക്സിമം. ഓക്കെ, അതേപോലെ തന്നെ അപ്പം ഇനി ഒരു ടേം കൂടി ഉണ്ട്, പെർസെൻറ്റേജ് എറർ ഇൻ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് എറർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും സമയത്ത് പെർസെൻറ്റേജ് എററും റിലേറ്റീവ് എററും കണ്ടുപിടിക്കും. നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ് ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഇപ്പം ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. റിലേഷൻ അതായത് ആർ ഇസ് ഈക്വൽ ടു വി ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ± 5 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് കറണ്ടാണ്. കറണ്ട് എന്ന് പറയുന്നത് 10 ± 0.2 ആംബിയർ ആണെന്നുണ്ട്. നമുക്ക് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ ആർ. റെസിസ്റ്റൻസിൽ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. സോ ആ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി ബൈ ഐ. വി എന്ന് പറഞ്ഞാൽ ദിസ് വാല്യൂ, ഐ എന്ന് പറഞ്ഞാൽ 10 ± 0.2. സോ വാട്ട് വിൽ ബി ദ ആൻസർ? സി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ അടുത്ത് പെർസെൻറ്റേജ് എററാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മീൻസ് വാല്യൂ കിട്ടും. ബട്ട് പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എറർ ഇൻ ആർ നമ്മളിപ്പോൾ ഫോർമുല ഡിറൈവ് ചെയ്ത് എടുത്തുള്ളൂ. എന്താണ്? ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100. ദാറ്റ്സ് എ ടോട്ടൽ പെർസെൻറ്റേജ് എറർ ഇൻ ആർ. അത് എത്ര വരും? 5 ഡിവൈഡഡ് ബൈ, ആദ്യം എററാണ് കണ്ടുപിടിക്കുന്നത്. ആറിൻ്റെ വാല്യൂ നമുക്ക് ട്രൂ വാല്യൂ 100 അതായത് ഇവിടുത്തെ മെഷേർഡ് പാർട്ട് 100 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ നമുക്ക് 10 ഓം എന്ന് കിട്ടും. ഓക്കെ, ഇത് കൂടാതെ ഇനി എറർ പാർട്ട് കൂടിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കഷനിൽ എടുത്തിരിക്കുന്നത്. പെർസെൻറ്റേജ് എറർ ഇൻ ആർ, ദറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ഈസ് 5. നോട്ട് ഇറ്റ്, ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇതാ 5 ആണ്. നോട്ട് ഇറ്റ്, 5 ഡിവൈഡഡ് ബൈ 100 into 100. So that is 5% plus delta I by I 0.2 divided by 10 into 100. So it is 2%. So totally 7%. 7% is the total percentage error in R.
നമ്മളൊരു റെസിസ്റ്റൻസ് എത്രയെന്ന് മാർക്ക് ചെയ്താൽ അതിൽ 7% എറർ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 10ൻ്റെ 7% എററാണ്. അപ്പോൾ 10ൻ്റെ 7% എന്ന് പറഞ്ഞാൽ 10 × 7/100. അത് എത്ര വരും? 10ൻ്റെ ദറ്റ് ഈസ് 0.7 ഓം. ഇതാണ് മാക്സിമം പെർസെൻറ്റേജ് എറർ. 10ൽ 0.7% വരെ മാക്സിമം പെർസെൻറ്റേജ് എറർ മീൻസ് മാക്സിമം എറർ വരാം. അപ്പോൾ എങ്ങനെയായിരിക്കും കോട്ടഡ് മാക്സിമം? കോട്ടഡ് നമുക്ക് വേണമെങ്കിൽ കോട്ടഡ് വാല്യൂ എന്ന് പറയാം. പെർസെൻറ്റേജ് ഓഫ് കോട്ടഡ് വാല്യൂ അതെന്താ എത്രയായിരിക്കും? 10 ± 0.7 ഓം. നോട്ട് ഇറ്റ് 10 ± 0.7 ഓം. ദാറ്റ്സ് എ കോട്ടഡ് വാല്യൂ. നോട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ടേംസിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ സമയത്തും വരുന്നത്. ഓക്കെ, എത്ര പെർസെൻറ്റേജ് എറർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ദെൻ ലൈക്ക് ദാറ്റ് അതിലിപ്പോൾ 10 ആണ് ഇവിടെ മെഷർമെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എറർ ഉണ്ടാവും. സോ ദാറ്റ്സ് എ പെർസെൻറ്റേജ് എറർ ഓഫ് ദിസ് കോട്ടഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. സി നോട്ട് റെസിസ്റ്റൻസ് ആർ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് നോക്കി നോക്കാം. ഇനി നമുക്കൊരു ജനറലി നമുക്കൊരു ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു വാല്യൂ ഇപ്പോൾ സെഡിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇഫ് x equal to a⁻a into b⁻b ഇങ്ങനെയാണ്. ദെൻ പെർസെൻറ്റേജ് എറർ ഇൻ x എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു a into delta a/a into 100 plus b into delta b/b into 100 എന്നാണ്. നോട്ട് ഇറ്റ്, അതിൻ്റെ പവർ കൂടി ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. നോട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി ചോദിക്കുകയാണ് x = a⁻a into b⁻b. അങ്ങനെയാണെങ്കിലും പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a into delta a/a into 100 plus b into percentage b into delta b/b into 100 തന്നെയാണ്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മീൻസ് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുമ്പോൾ എറർ സം ചെയ്യുകയാണ് ചെയ്യുക. നോട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ x = a⁻2 and b⁻2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താണ് a²/b² എന്നാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അങ്ങനെയാണ്. സോ പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് ഈസ് നത്തിങ് ബട്ട് 2 into delta a/a into 100 then plus 2 into delta b/b into 100. That is the percentage error in x. Note it. ഇവിടെ ഈ നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 മീൻസ് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ദാറ്റ്സ് ഓൾ. അതാണ് പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് എന്ന് പറയുന്ന ടേം നമ്മൾ ഈ പവർ വരുന്ന സമയത്ത് ഉള്ള ബേസിക് റൂൾ. ഓക്കെ, നമുക്ക് നോക്കാം. അതുപോലുള്ളൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ചോദ്യം. നോട്ട് ദ ക്വസ്റ്റ്യൻ. സോ ഇവിടെ ചോദ്യം ഇതാണ്.
radius of the sphere changes by 1%. What will be the percentage change in volume? The radius in the percentage change in radius എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1%. Then percentage change in volume ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം വോളിയം എന്താണ്? വോളിയം ഓഫ് സ്പിയർ ഇറ്റ് ഈസ് 4/3 pi r cube. ഓക്കെ, സോ 4/3 പൈ ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ r⁻³ ആണ് വന്ന് കിടക്കുന്നത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദാറ്റ്സ് എ പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ഡെൽറ്റ r/r ഇൻറ്റു 100 ഇൻറ്റു 3. അതിൻ്റെ പവർ കൂടി മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. സോ എന്തായിരിക്കും? it will be 3 into percentage error in r, that is 1, so it is 3, not in. So 3% ആണ് വോളിയത്തിൽ വരുന്ന പെർസെൻറ്റേജ് എറർ. പിന്നെ അതേപോലെ തന്നെ ഏരിയയിൽ എടുക്കുമ്പോൾ ഇറ്റ് ബിക്കം 4 pi r square. Yes, not it, 4 pi r square. ഇതാണ് അവിടുത്തെ ഏരിയ വരുന്നത്. അപ്പോൾ ഏരിയയിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ r/r ഇൻറ്റു 100, നോട്ട് ഇറ്റ്. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 1, ഇറ്റ് ഇസ് ഈക്വൽ ടു 2%. ദാറ്റ്സ് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ. ഇങ്ങനെയാണ് എറർ കണ്ടുപിടിക്കാം. നോട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കും. ഇനിയും ഇതേപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കൂ. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. സെയിം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം നമുക്കറിയാം. സോ ചോദ്യം ഇതാണ്, മാസ് the mass of a body is measured to an accuracy of 1% and volume to 2%. What is the maximum percentage error in density? ഇതാണ് ചോദ്യം. ഡെൻസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. See, our density is equal to mass by volume. So percentage error in density is nothing but എന്താ സാധനം? It is percentage error in m plus percentage error in v. So percentage error in m പറഞ്ഞാൽ ഇവിടെ എത്ര എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. സോ 1% പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം എത്രയാണ്? 2%. സോ പെർസെൻറ്റേജ് എറർ ഇൻ ഡെൻസിറ്റി ഈസ് 3%. ദാറ്റ്സ് ഓൾ. ക്ലിയർ? സിമ്പിൾ. ഓക്കെ, ഇനി ഇവിടെ വല്ല പവർ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ ആ ഒരു പവർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. നോട്ട് ഇറ്റ് അല്ല, ഇവിടെ പവർ 1 ആയതുകൊണ്ട് ദർ ഇസ് നോ ഇഷ്യൂ. 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എം പ്ലസ് ദാറ്റ് 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ദ വോളിയം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജനറലി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. പല ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് വരും, എന്നിട്ട് പെർസെൻറ്റേജ് എറർ ചോദിക്കാറുണ്ട്. നോട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് എറർ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ കോൺസെപ്റ്റ്സ് ആയിട്ട് കാണാം. സോ താങ്ക് യു.